ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ 5ാമത്തെ ഭാഗമാണ്. മാത്രമല്ല നമ്മുടെ ഹാർഡ്വെയർ ആയിരുന്നു ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഹാർഡ്വെയർ ക്ലാസ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സും കൂടിയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ എന്തൊക്കെ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു, ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SMPSനെ കുറിച്ചാണ്. അതായത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, കമ്പ്യൂട്ടറിന് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ SMPS എന്ന ഡിവൈസ് ആണ്, അല്ലെങ്കിൽ പാർട്സ് ആണ്. അപ്പോൾ ഈ പാർട്ട് മനുഷ്യ ശരീരത്തിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതായത് മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട്? ഇതുപോലത്തെ വിവിധതരം വോൾട്ടേജുകൾ അല്ലെങ്കിൽ പവർ കറണ്ടൊക്കെ ഉണ്ട് എന്നർത്ഥം. ഇപ്പോൾ നമുക്കറിയാം, ചില ആളുകൾ പറയും, ഇപ്പോൾ പൊതുവായിട്ട് കേൾക്കുന്നതാണ്, സോഡിയം കുറഞ്ഞു, അല്ലെങ്കിൽ ഷുഗർ കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ BP ബ്ലഡ് പ്രഷർ കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു തരം വോൾട്ടേജ് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് ആ ശരീരത്തിൻ്റെ അതിൽ വരുന്ന കൂടുതൽ ഏറ്റക്കുറച്ചിൽ ഫ്ലക്ച്വേഷൻ ഒക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ അതല്ലെങ്കിൽ നമ്മുടെ വർക്കിങ്ങിനെ അത് ബാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമുക്കറിയാം, ഷുഗർ കൂടിയാൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ തളർച്ച വരുന്നു, കൂടിയാലും കുറഞ്ഞാലൊക്കെ പ്രശ്നങ്ങൾ, ചില മരണം വരെ സംഭവിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ SMPSന്റെ ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തതിൽ വരുന്ന മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് ബയോളജിയുമായിട്ട് കൂടുതൽ അറിവൊന്നുമില്ല, എങ്കിലും നമ്മൾ തട്ടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് റാമിനെ കുറിച്ചായിരുന്നു. റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, അഥവാ പ്രൈമറി മെമ്മറി. അതായത് റാമിൻ്റെ വർക്കിംഗ് നമ്മളന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എന്താണ് റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു താൽക്കാലിക അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു ഭാഗമാണ് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വരിക. നമ്മുടെ ശരീരത്തിൽ റാം ഉണ്ടോ? ഇപ്പോൾ കമ്പ്യൂട്ടറിൽ റാം എന്ന പോലെ നമ്മുടെ ശരീരത്തിലുണ്ടോ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിരുത്തി എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് തോന്നും അത് പഠിച്ചു എന്ന് തോന്നിയാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളത് ഓർത്തെടുക്കുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല. അതായത് നമ്മൾ എന്തെങ്കിലും സംഗതി കേട്ടു, നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കത് ആ ഡാറ്റ റിട്രീവ് ചെയ്യാൻ കഴിയണം. അപ്പോൾ എന്താ സംഭവം? അത് റാമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ മനസ്സത് മാറിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ റിട്രീവ് ചെയ്യാൻ കഴിയുന്നില്ല. അതായത് പെർമനന്റ് ആയിക്കൊണ്ട് സ്റ്റോർ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ റാം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? റാം ഉള്ളത് കൊണ്ടാണ് ആ ഡാറ്റ നമുക്ക് താൽക്കാലികമായി സ്റ്റോർ ആയിട്ടുള്ളൂ, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആയിട്ടില്ല. അതാണ് അവിടെ വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിനെ കുറിച്ചാണ്. ഒരു ഡാറ്റ പെർമനന്റ് ആയിക്കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗമാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കാം. നമ്മൾ പെർമനന്റ് ആയിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മറ്റുള്ള ഡാറ്റകൾ, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ബൈഹാർട്ടാക്കുന്നു. ഇതൊക്കെ പെർമനന്റ് ആയിക്കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിന്റെ പ്രവർത്തനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡാറ്റ പെർമനന്റ് ആയിക്കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഡാറ്റ റിട്രീവ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചെടുക്കാനും കഴിയുന്നത്. ഇപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയി സ്റ്റോർ ചെയ്തത് കൊണ്ടാണ്, ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ അത് അത്രയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാൻ. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് റോം. ഓക്കെ, അപ്പോൾ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ മദർ ബോർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മദർ ബോർഡ് നിർമ്മിക്കുന്ന സമയത്ത് ഏത് കമ്പനിൻ്റെ മദർ ബോർഡാണ്, ഏത് കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, ആ കമ്പനി ആ ടൈമിൽ അതിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ,
അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് ഇപ്പം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് കൂടെ നമുക്കൊരു ഉപകാരം കിട്ടണം എന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു OS, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ നിർബന്ധമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ നമ്മളെ ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായ രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ വേണം. ഈ വിൻഡോസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും എന്ത് വേണം? കുറച്ച് സോഫ്റ്റ്വെയർ, കുറച്ച് കാര്യങ്ങളിൽ വേണം. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദർ ബോർഡ് നിർമ്മിക്കുന്ന സമയത്ത് കമ്പനി തന്നെ കുറച്ച് പ്രാഥമിക ഇൻഫർമേഷൻ അതിൽ സ്റ്റോർ ചെയ്ത് വിടുന്നുണ്ട്. ആ ചിപ്പിന്റെ പേരാണ് ROM, റീഡ് ഓൺലി മെമ്മറി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഒരു CD ഇട്ടിട്ട് ഒരു കമ്പ്യൂട്ടർ, പുതിയ ഒരു കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങുന്ന സമയത്ത്, ഒരു സിസ്റ്റം വാങ്ങുന്ന സമയത്ത് നമുക്കറിയാമല്ലോ ഒന്നും ഉണ്ടാവില്ല. ഒരു നമ്മോട് ചോദിക്കും, നിങ്ങൾക്ക് വിൻഡോസ് തന്നെ ഏത് വേർഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിനക്സ് ആണോ വേണ്ടത്, ഉബുണ്ടു ഏത് വേർഷൻ വേണം, ഇതൊക്കെ അവർ നമ്മോട് ചോദിക്കും. അപ്പൊ അന്നേരം ഈ ഉബുണ്ടു അല്ലെങ്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും കമ്പ്യൂട്ടറിനെ കുറച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ട ഇൻഫർമേഷൻ ആണ് റോമിലുള്ളത്. ഞാൻ നീട്ടി പറയുന്നില്ല, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ നേരെ മനുഷ്യ ശരീരത്തിലേക്ക് വരിക. നമ്മുടെ ശരീരത്തിലും റോമുണ്ട്. നമ്മളെ ഒരു സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ റോമുണ്ടെന്ന് അർത്ഥം, ശരീരത്തിൽ ഉണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാഥമികമായ കുറെ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് നമ്മൾ ആരും പഠിച്ചിട്ടല്ല. നമ്മൾ ആ പ്രസവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡ് നിർമ്മിക്കുന്ന സമയത്തിന്, അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ കുട്ടിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അതിൽ റോമം പടച്ചിട്ടാണ് വരുന്നത്. ഉദാഹരണം പറയട്ടെ, ഒരു കുട്ടിക്ക് ഇപ്പൊ ഒരു കുട്ടിക്ക് വിശപ്പ് വന്നു. ആ വിശക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും കുട്ടിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ വിശക്കുകയാണെങ്കിൽ നല്ലോണം കരഞ്ഞോണ്ടു നമ്മൾ ആരും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ആ കുട്ടിയുടെ ശരീരത്തിൽ തന്നെ റോം ഉള്ളത് കൊണ്ടാണ്. അത് കരയണം, അതൊരു ബേസിക് കാര്യമാണ്. അതുപോലെ തന്നെ വേദനിക്കുമ്പോൾ കരയണം എന്നുള്ളത് ബേസിക്കായ കാര്യം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിൽ, റോമിലുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അത് മനസ്സിലാവുന്നു? അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായി. അപ്പോ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്തുണ്ട്, നമ്മളെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യ ശരീരം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ കണ്ടത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കമ്പ്യൂട്ടറിനും പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പൊ എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ? പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. പേര് പോലെ തന്നെ ഹാർഡായിട്ട് കാണുന്നതൊക്കെ നമുക്ക് എന്താണ്, ഹാർഡ്വെയർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഭാഗങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പൊ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മനസ്സിലായി. കാണാൻ പറ്റുന്നത് ഹാർഡ്വെയർ, കാണാൻ പറ്റാത്തത് സോഫ്റ്റ്വെയർ. നേരെ നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് വരിക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ എന്താണ്, ഹാർഡ്വെയർ ആണ്. ഇപ്പൊ എന്റെ കൈ ഇതുപോലെ ഹാർഡ്വെയറിന് ഉദാഹരണമാണ്. ഇതുപോലെ ഡിവൈസ് ആയിട്ട് കൂട്ടിക്കോളെ, എനിക്ക് സാധനങ്ങൾ എടുക്കാനും പണിയെടുക്കാനും ജോലി ചെയ്യാനൊക്കെ എന്റെ കൈ ഉപയോഗിക്കാം. അപ്പൊ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയറിന് ഉദാഹരണമാണ് ഇപ്പോൾ. അതുപോലെ മൗസ്, കീബോർഡ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. മൗസ് നമുക്ക് കാണാം, കീബോർഡ് കാണാം, സ്പീക്കർ കാണാം, മൈക്ക് കാണാം, അതുപോലെ തന്നെ മോണിറ്റർ കാണാം, കീബോർഡ്, പ്രിന്റർ, ഇതൊക്കെ എന്താണ്, ഹാർഡ്വെയറിന് ഉദാഹരണമാണ്. എന്താ സോഫ്റ്റ്വെയറോ? സോഫ്റ്റ്വെയർ എന്താ, വിൻഡോസ് എങ്ങനെ പ്രവർത്തിക്കണം നമുക്ക് ആർക്കറിയാം. സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിലുണ്ട്, നമ്മൾ CD-യിൽ ഉണ്ട് എന്ന് പറഞ്ഞു, അതങ്ങനെ ഇൻസ്റ്റാൾ ആവുന്നു. പക്ഷെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? അപ്പൊ അതിങ്ങനെ അതിന്റെ കോഡ് കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതാണ് സോഫ്റ്റ്വെയർ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇപ്പൊ ഈ കൈ ഇതൊരു ഹാർഡ്വെയറിന് ഉദാഹരണമാണ്, എൻ്റെ കാല് ഹാർഡ്വെയറിന് ഉദാഹരണമാണ്, എൻ്റെ മൂക്ക് അല്ലെങ്കിൽ എൻ്റെ കണ്ണ്, ഇതൊക്കെ ഓരോരോ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളുമാണ്. ഓരോന്നിനും ഓരോ ധർമ്മങ്ങളും ഉണ്ട്. ഇപ്പൊ കീബോർഡിനാണെങ്കിൽ നമ്മൾ എന്താ, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ കീബോർഡ് വേണം. മൗസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ത് വേണം, വൈറ്റ് ചെയ്യാനൊക്കെ എന്ത് വേണം, മൗസ് വേണം, അല്ലേ? അതുപോലെ തന്നെ പ്രിന്റർ കണക്ട് ചെയ്താലേ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ, സ്കാനർ കണക്ട് ചെയ്താലേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്നതുപോലെ തന്നെ കൈകൊണ്ട് പറ്റുന്ന ജോലി നമ്മൾ ചെയ്യുന്നു, കാലുകൊണ്ട് നമ്മൾ നടക്കുന്ന ജോലി പറഞ്ഞാൽ ആ ജോലി ചെയ്യുന്നു. അപ്പോൾ ഓരോ പാർട്സിനും അല്ലെങ്കിൽ ഓരോ ഡിവൈസിനും ഓരോ ധർമ്മങ്ങളുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സോഫ്റ്റ്വെയർ എവിടെ? സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മുടെ മനസ്സ്. ഇപ്പോ ഇപ്പൊ ഈ ക്ലാസ്സിനിടയിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നു, വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റുമോ? എന്റെ മനസ്സെങ്ങനെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. ഓക്കെ, എന്നാൽ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു, പല കാര്യങ്ങളോട് ചെയ്യുന്നു, അല്ലേ? അപ്പൊ എന്റെ മനസ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്റെ മനസ്സ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല, നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. മനസ്സാർക്കും കാണാൻ കഴിയില്ല എന്നർത്ഥം.
മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണം പറയാം, ഒരാളെ തല വെട്ടിപ്പൊളിച്ച്, എക്സാമ്പിൾ പറയാം. ഒരാളെ തല വെട്ടിപ്പൊളിച്ചിട്ട് ഇവന്റെ മനസ്സിൽ നമുക്കൊന്ന് കാണണമല്ലോ, നമുക്ക് കാണാൻ കഴിയും? ഒന്നും കാണാൻ കഴിയില്ല. അപ്പൊ കമ്പ്യൂട്ടർ അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടറിൽ ഒരാൾ പറയാണ് കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ തച്ച് പൊളിച്ചുണ്ടാക്കി അല്ലെങ്കിൽ CD ഒക്കെ തകിട് പൊടിയാക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് സോഫ്റ്റ്വെയർ കണ്ണുകൊണ്ട് കാണാൻ പറ്റും? കാണാൻ കഴിയില്ല. ഒരു മെമ്മറി കാർഡ് ആണെങ്കിൽ അതിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷെ നമുക്കത് ആ മെമ്മറി കാർഡ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിലിപ്പോൾ എന്താണ്ടത് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല, കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യ ശരീരവും കമ്പ്യൂട്ടറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടെന്ന് ഞാൻ അതിനെ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതകരവും എന്നാൽ രസകരവുമായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയറിലേക്കാണ് പോകുന്നത്. വരും ദിവസങ്ങളിലുള്ള ക്ലാസ്സുകൾ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് പ്രാക്ടിക്കലിനാണ് നമ്മൾ ഇനി കൂടുതൽ ഊന്നൽ നൽകുക, പ്രാധാന്യം നൽകുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവസാനമായി പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ നൗ സലാം ടെക് വരലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.